ലഞ്ച് ബോക്സ് സീരീസിലെ 3-ാമത്തെ ദിവസമാണ് കേട്ടോ ഇന്ന്. അപ്പോൾ ദേ ഇന്നും പതിവ് പോലെ ജുഗുറുവിന് ചോറാണ് കേട്ടോ കൊടുത്തേക്കുന്നത്. അപ്പം ഇന്ന് ദേ ചോറ് നല്ല ചൂടാണ്. കാരണം വാർത്ത ഉടനെ തന്നെ ഞാൻ അവനെ ആക്കി കൊടുക്കാൻ കേട്ടോ. കാരണം ഇന്ന് നേരം വൈകിണ്ടായിരുന്നു എണീറ്റപ്പോഴൊക്കെ. അപ്പോൾ കുറച്ച് ലേറ്റായിട്ട് തിക്കും തിരക്കിലാണ് ഇതൊക്കെ ആക്കണത്. അപ്പോൾ ദേ അതുപോലെ ചോറാക്കിയിട്ടുണ്ട്. പിന്നെ കറിയായിട്ട് ഉരുളങ്കിഴങ്ങിൻ്റെ വെള്ള ഇഷ്ടമാണ് കേട്ടോ ആക്കണത്. അപ്പോൾ ഇത് ഞാൻ കാലത്ത് വെള്ളയപ്പത്തിന് ഉണ്ടാക്കിയതാണ്. അപ്പോൾ അവന് ഈ കറി ഇഷ്ടമാണ്. അധികം എരിവൊന്നും ഇല്ലാത്ത കാരണം കഴിക്കാൻ ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ദേ സൈഡ് ഡിഷായിട്ട് അവന് കൊടുത്തയക്കുന്നത് ചിക്കൻ വറുത്തതാണ്. അത് അവന് കഴിക്കാൻ എളുപ്പത്തിന് ഞാനിങ്ങനെ പിച്ചി പൊളിച്ചിട്ടിട്ടാട്ടോ ഞാൻ ചോറിൻ്റെ മുകളിൽ ഇങ്ങനെ ആക്കണത്. അപ്പോൾ ദേ ചോറൊക്കെ അങ്ങനെ ചൂടാറാനായിട്ട് വെച്ചിട്ട് ഞാൻ ദേ സ്നാക്സ് ബോക്സ് ആക്കാനായിട്ട് നിന്നും. അപ്പോൾ ഇന്ന് 2 കഷ്ണം വട്ടയപ്പം ആക്കണുണ്ട് കേട്ടോ. അത് ഞാൻ വെള്ളയപ്പത്തിൻ്റെ മാവ് ബാക്കി വന്നപ്പോൾ ഞാനതിൽ കുറച്ച് മധുരത്തിൽ ഞാൻ വട്ടയപ്പാക്കി. പിന്നെ ദേ ഒരു കഷ്ണം മാങ്ങ ഞാനിങ്ങനെ ക്യൂബ്സ് ആയിട്ട് അരിഞ്ഞിട്ട് ദേ അതും വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് കഴിക്കാനായിട്ട് അവനൊരു കുഞ്ഞു ഫോർക്കും കൂടി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കാലത്ത് അച്ഛൻ വന്നപ്പോൾ വീട്ടിൽ നിന്ന് കൊടുത്ത കേട്ടോ മാങ്ങ. അപ്പോൾ നല്ല മധുരമുള്ള മാങ്ങ എന്ന് പറഞ്ഞപ്പോൾ അവനൊരു കഷ്ണം കഴിച്ചപ്പോൾ ഇഷ്ടമായി. അപ്പോൾ അതും കൂടി ആക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ ദേ വെള്ളമൊക്കെ ആക്കി. അപ്പോഴേക്കും നമ്മുടെ ചോറൊക്കെ ഒന്ന് ചൂടാറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ദേ അവൻ്റെ ഇത് കറിപ്പാത്രം അതിലേക്ക് വെച്ചിട്ട് പിന്നെ അവന് കഴിക്കാനുള്ള സ്പൂണും കാര്യങ്ങളൊക്കെ. ഇവർക്ക് സ്പൂൺ നിർബന്ധമാണ് കേട്ടോ കൊടുത്തയക്കണമെന്ന്. അപ്പോൾ ദേ സ്പൂണൊക്കെ വെച്ച് ദേ ലഞ്ച് ബോക്സ് അടയ്ക്കുകയാണ്. അതൊക്കെ കഴിഞ്ഞതേ ടവിലൊക്കെ കെട്ടി കൊടുക്കണം. അപ്പോൾ കൊടുത്തയക്കുന്ന ഫുഡ് ഒരുവിധം അവൻ കഴിച്ചിട്ടാണ് കേട്ടോ വരുന്നത്. വല്ലപ്പോഴും മാത്രം കുറച്ചൊക്കെ ബാക്കി വെക്കണുള്ളൂ. അപ്പോൾ എനിക്കിതിങ്ങനെ ആക്കുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷം. എന്തായാലും കഴിക്കുന്നറിയാം. അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. അപ്പോൾ ദേ ലഞ്ച് ബോക്സും സ്നാക്സ് ബോക്സും വെള്ളം കുപ്പിയൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ.